കേരള ക്രൈം ഫയൽ സീസൺ 2 ഹിഡൻ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ലൊക്കാർട്ട് പ്രിൻസിപ്പിൾ എന്നത് ഫോറൻസിക് സയൻസിലെ വളരെ ബേസിക് ആയ ഒരു തത്വമാണ്. എപ്പോഴൊക്കെ രണ്ട് വസ്തുക്കൾ സമ്പർക്കത്തിൽ വരുന്നോ അപ്പോഴൊക്കെ എന്തെങ്കിലും ഘടകം കൈമാറ്റം ചെയ്യപ്പെടും എന്നതാണ് ഈ പ്രിൻസിപ്പിൾ. ഒരു ക്രൈം സീനിൽ കുറ്റവാളി ഉപേക്ഷിക്കുന്ന മുടിയോ രക്തമോ കോശങ്ങളോ ഒക്കെ പിന്നീട് തെളിവുകളായി മാറുന്നത് ഇതുകൊണ്ടാണ്. വളരെ റിയലിസ്റ്റിക്കായ മേക്കിംഗ് കൊണ്ടും സ്ക്രിപ്റ്റിലെ നാച്ചുറലായി വരുന്ന ഡീറ്റെയിൽഡ് കാര്യങ്ങൾ കൊണ്ടും മറ്റ് ത്രില്ലർ സിനിമകളിലും സീരീസുകളിലും ഫോഴ്സ്ഡായി കൊണ്ടുവരുന്ന ഈ ലൊക്കാർട്ട്സ് പ്രിൻസിപ്പിൾ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല എന്നത് KCF സീസൺ 2 മികച്ചതാക്കുന്നുണ്ട്. പക്ഷേ സ്പൂൺ ഫീഡിങ് നടത്താത്ത എഴുത്തും കുറ്റാന്വേഷണവും അവസാനം ഒരു സൈക്കോളജിക്കൽ ക്രൈസിസിലൂടെ കടന്ന് ഒരു വിധത്തിൽ തീർത്തത് ഒരു പോരായ്മയായി എനിക്ക് തോന്നി. സീരീസ് കാണാത്തവർ തുടർന്ന് വീഡിയോ കാണാതിരിക്കുക. ഹെവി സ്പോയിലേഴ്സാണ് ഇനി അങ്ങോട്ട്. കെന്നൽ ഔട്ട് കഴിഞ്ഞപ്പോൾ ടെറിയുടെ ബോഡി ടെമ്പറേച്ചർ 101.4 എന്ന് ജെയ്സ്മോൻ പറയുന്നുണ്ട്. പോലീസ് ഡോഗിനെ ഒരു മിഷന് കൊണ്ടുപോകുന്നതിന് മുൻപ് അതിൻ്റെ കുറച്ച് സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്സ് എടുക്കാറുണ്ട്. രജിസ്റ്ററിൽ ആ ബോഡി ടെമ്പറേച്ചറിൽ എഴുതി വെക്കുന്നുമുണ്ട്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നായ്ക്കളുടെ ബോഡി ടെമ്പറേച്ചർ മനുഷ്യരുടേതിനേക്കാൾ കൂടുതലാണ്. ജെയ്സ്മോൻ പറയുന്ന 101.4 ഡിഗ്രി എന്നത് 101.4 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അത് ഒരു നായയുടെ ശരീരത്തിൻ്റെ നോർമൽ ടെമ്പറേച്ചറാണ്. രജിസ്റ്ററിൽ വിവരങ്ങൾ എഴുതി ടെറിയുടെ ബോഡി വെസ്റ്റിൽ ബെൽറ്റും ചങ്ങലയും ഇട്ടാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ വാഹനത്തിൽ കയറ്റിയതിന് ശേഷം ബെൽറ്റും ചങ്ങലയും ഊരി മാറ്റി വെച്ചിരിക്കുന്നത് കാണാം. ജെയ്സ്മോൻ ടെറിയെ കെട്ടിയിടാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ജെയ്സ്മോന് ടെറിയോടുള്ള ഇഷ്ടവും ആ സീനിലൂടെ കാണിക്കുന്നുണ്ട്. കാറിനകത്ത് AC വെൻറ്റ് ടെറിയുടെ നേരെ തിരിച്ചു വെക്കുമ്പോഴാണ് അളിയൻ്റെ ഷെയർ മാത്രം കൊടുത്താൽ മതി എന്ന് ജെയ്സ്മോനോട് കൂടെയുള്ള ഹാൻഡ്ലർ പറയുന്നത്. എപ്പിസോഡ് 1 ഫോട്ടോഗ്രാഫർ മ്യൂസിയത്തിലെ ഒരു മേശയുടെ മുകളിലിരിക്കുന്ന വസ്തുക്കളുടെ ഫോട്ടോ എടുക്കുന്ന ഈ വിഷ്വൽ ഒന്ന് നോട്ട് ചെയ്യുക. അവസാന എപ്പിസോഡിൽ പോലീസ് ഓഫീസേഴ്സ് അന്വേഷണത്തിനിടയിൽ പരിശോധിക്കുന്നത് ഈ ചിത്രങ്ങളാണ്. MO ക്രിമിനൽസ് ആണെന്ന് തോന്നുന്നില്ല എന്നും മോഷണത്തിൽ പ്രൊഫഷണലിസം കാണാനില്ല എന്നും പോലീസുകാർ പരസ്പരം പറയുന്നുണ്ട്. ഈ MO ക്രിമിനൽസ് എന്നത് മോഡസ് ഓപ്പറാൻഡി ക്രിമിനൽസ് എന്നതാവാനാണ് സാധ്യത. MO ക്രിമിനൽസ് ഒരു റോബറി നടത്തുന്നത് അവരുടേതായിട്ടുള്ള ഒരു പർട്ടിക്കുലർ മെത്തേഡ് ഉപയോഗിച്ചായിരിക്കും. മോഷണ സ്ഥലത്ത് എത്തുമ്പോൾ ടെറി പോലീസ് വാഹനത്തിൽ നിന്ന് ഇറങ്ങാതെ ഇരുന്നത് പരിചയമില്ലാത്ത സ്ഥലവും സന്ദർഭവും ആയിരുന്നതുകൊണ്ട് മാത്രമല്ല, മെമ്മറി ലോസ് ഉള്ള നായ്ക്കൾ അവരോട് പറയുന്ന കമാൻഡിങ് ഫ്രേസസ് മറന്നുപോകും. ഇവിടെ ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞ് ബിസ്ക്കറ്റ് കൊടുക്കുന്നതും ഗുഡ് ബോയ് എന്ന് പറഞ്ഞ് അപ്രിഷ്യേറ്റ് ചെയ്യുന്നതും കമോൺ എന്ന് പറഞ്ഞ് വിളിക്കുന്നതും ടെറിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അത് ആ വാക്കുകളൊക്കെ മറന്നു തുടങ്ങിയിരിക്കുന്നു. പിന്നീട് ചങ്ങലയിൽ പിടിച്ച് വലിക്കുമ്പോഴാണ് ടെറി നടന്നു തുടങ്ങുന്നത്. SI നോബിൾ ഹോസ്പിറ്റലിൽ ചെന്ന് പൾമണോളജി ഡോക്ടറെ കാണുന്നത് ജലദോഷം കൊണ്ടാണ്. അത്രയും പൊടിയടിക്കാൻ കാരണം ചോദിക്കുമ്പോൾ നോബിൾ പറയുന്നത് ജോലി DCRBയിലാണ് എന്നാണ്. ഇത് ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയാണ്. കാലാകാലങ്ങളായി നടന്ന ക്രൈംസ്, അതുമായി ബന്ധപ്പെട്ട സകല റെക്കോർഡുകൾ അതെല്ലാം അവിടെ കാണും. ഒടുക്കത്തെ പൊടിയായിരിക്കും. കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാൻ ഈ സീസണിലെ എല്ലാ ഫോൺ നമ്പറുകൾക്കും 9 ഡിജിറ്റേ കൊടുത്തിട്ടുള്ളൂ. സീസൺ 1 എല്ലാ ഫോൺ നമ്പറുകളും 8 ഡിജിറ്റ് മാത്രമായിരുന്നു. നോബിൾ ട്രാൻസ്ഫറായി പോകാൻ ഒരുങ്ങുമ്പോൾ ബാഗിൽ അടുക്കി വെച്ചിരിക്കുന്ന വസ്തുക്കളിൽ ഒന്ന് ആവി പിടിക്കാനുള്ള സ്റ്റീം വേപ്പറൈസറാണ്. ആദ്യത്തെ എപ്പിസോഡിൻ്റെ ക്രെഡിറ്റ്സ് കാണിക്കുന്നതിൽ ആ കാസ്റ്റ് ലിസ്റ്റിൽ തുടക്കത്തിൽ കാണിച്ച 2 ഡോഗ് ഹാൻഡ്ലേഴ്സിൻ്റെയും പേരില്ലായിരുന്നു എന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ തന്നെ ഈ സ്റ്റോറി അവരെ ചുറ്റിപ്പറ്റിയാണെന്ന് തോന്നിയിരുന്നു. സോ ഒരു സീരീസ് മുഴുവൻ കാണുന്നതിന് മുൻപ് ഓരോ എപ്പിസോഡിൻ്റെയും ക്രെഡിറ്റ്സ് കണ്ട് നേരം കളയാതിരിക്കുക. ചിലപ്പോൾ അത് നിങ്ങൾക്ക് സ്പോയിലർ ആയേക്കാം. ഇത് ഇട്ടു നോക്കിയിരുന്നോ എന്ന് സ്റ്റെഫി നോബിളിനോട് പോലീസ് യൂണിഫോം അയൺ ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്. DCRBയിൽ ജോലിയിലായിരുന്നപ്പോൾ യൂണിഫോം നിർബന്ധമായിരുന്നില്ല എന്നും ആദ്യമായിട്ടാണ് യൂണിഫോം സ്ഥിരം ധരിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോബിൾ പോകുന്നത്. ശേഷം DYSPയുടെ ഓഫീസിലെ മീറ്റിംഗ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ യൂണിഫോം ടൈറ്റ് ആയതുകൊണ്ട് നോബിൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട്. എൻറിച്ച്മെൻറ്റ് തെറാപ്പിയിലൂടെ ഷെൽട്ടർ ഹോമുകളിലെ നായകൾക്ക് ഈ ഷെൽട്ടർ ഹോമുകളിലെ ഏകാന്തതയും അലസമായ ജീവിതവും ഒരു പരിധിവരെ കുറയ്ക്കാൻ ഡോഗ് ഫ്രണ്ട്ലി വീഡിയോസ് കാണിക്കാറുണ്ട്. മറ്റ് നായ്ക്കളുടെ ആക്ടിവിറ്റീസ് കാണുമ്പോൾ മെൻ്റൽ സ്റ്റിമുലേഷൻ ഉണ്ടാവുകയും അതിലൂടെ സോഷ്യൽ കംഫർട്ട് ഉണ്ടാക്കുവാനും സ്ട്രെസ്സ് കുറയ്ക്കുവാനും ഒക്കെ കഴിയും. എപ്പിസോഡ് 2 തുടക്കത്തിൽ കാണിച്ചിരിക്കുന്നതും അതുതന്നെയാണ്. റോബിയെ മറ്റൊരു നായെ ആക്രമിച്ചു എന്നും പറഞ്ഞ് നോബിളിനെ വിളിക്കുന്ന സ്റ്റെഫിയുടെ ടീഷർട്ടിലെ എഴുത്ത് എ സ്മോൾ കപ്പ് ഓഫ് കോഫി ഈസ് വാട്ട് ഐ നീഡ് എന്നാണ്. അതിൻ്റെ അർത്ഥം ഒരു ചെറിയ കപ്പ് കാപ്പി മതി എനിക്ക് എന്നല്ല, പകരം എനിക്ക് അധികമൊന്നും വേണ്ട, ഒരു ചെറിയ ആശ്വാസം തന്നാൽ മതി എന്നാണ്. ഒരു മെൻ്റൽ റിലീഫിനും സ്ട്രെസ് റിലീഫിനും നോബിളിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് സ്റ്റെഫി എന്ന് കാണിക്കുന്ന ഒരു കോട്ട് കൂടിയാണത്. തുടർന്ന് വീട്ടിലെ നായ്ക്ക് പറ്റിയ അപകടത്തെക്കുറിച്ച് സുഹൃത്തുമായി സംസാരിക്കുമ്പോൾ സ്റ്റെഫി കമ്പാനിയൻഷിപ്പ് ഒരുപാട് ആഗ്രഹിക്കുന്ന, നോബിളിൽ നിന്നും അത് പ്രതീക്ഷിക്കുന്ന ആളാണെന്നും നമുക്ക് മനസ്സിലാവും. അജി വെള്ളായണി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് പർദ്ദ ധരിച്ചാണ്. എന്നിട്ട് പറയുന്നത് അത് പോലീസുകാരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണെന്നാണ്. കാരണം കണിയാർവിള പോലീസ് സ്റ്റേഷനിലെ 30 പോലീസുകാരെ ഒന്നിച്ച് സ്ഥലം മാറ്റിയത് അവിടുത്തെ പോലീസുകാർക്ക് ഗുണ്ടകളുമായുള്ള ബന്ധം അതിരൂക്ഷമായപ്പോഴാണ്.
ഈ അജി വെള്ളായണി ഒരു ഗുണ്ടയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് അയാൾ എത്തുന്നത് മാധ്യമപ്രവർത്തകർ കണ്ടാൽ സ്ഥലം മാറ്റമായി എത്തിയ പുതിയ പോലീസുകാരും ഗുണ്ടകളുമായി പുതിയ ബന്ധം സ്ഥാപിച്ചു എന്ന വാർത്ത വരും. ആലുവ സർക്കിൾ ഇൻസ്പെക്ടർ മനോജ് SI നോബിളിനെ വിളിക്കുന്നത് സെർവർ ബോയ് എന്നാണ്. നോബിളിൻ്റെ സ്പോർട്സ് ഐറ്റം വോളിബോൾ ആണെന്ന് പറയുന്നുണ്ട്. മിക്കവാറും വോളിബോൾ ടീമിലെ സെർവർ ബോയ് നോബിൾ ആയിരുന്നിരിക്കാം. മനോജിന് അങ്ങനെയായിരിക്കും നോബിളിനെ പരിചയം. ഇവിടുത്തെ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, മനോജിൻ്റെ ഒഫീഷ്യൽ നെയിം പ്ലേറ്റിൽ കൊടുത്തിരിക്കുന്നത് മനോജ് ശ്രീധർ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നാണ്. ഈ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നത് 2017 ഇല്ലാതാക്കിയ ഒരു സ്ഥാനപ്പേരാണ്. പകരം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നാണ് ആക്കിയത്. CIക്ക് പകരം IP. മനോജിൻ്റെ നെയിം പ്ലേറ്റിൽ വേണ്ടിയിരുന്നതും ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന് തന്നെയായിരുന്നു. നോബിൾ മനോജുമായി സംസാരിക്കുമ്പോൾ കർണാടക പോലീസ് ഓഫീസേഴ്സ് ചെയ്ത കുറ്റകൃത്യം എക്സ്റ്റോർഷൻ്റെ കീഴിൽ വരുന്നതാണെന്നും 384, 385 സെക്ഷൻസ് അനുസരിച്ചുള്ള ശിക്ഷ കിട്ടാനുള്ളതുണ്ടെന്നുമാണ്. ലളിതമായി പറഞ്ഞാൽ എക്സ്റ്റോർഷൻ എന്നത് ഒരാളെ ഭീഷണിപ്പെടുത്തി പണമോ സ്വത്തോ അല്ലെങ്കിൽ സേവനമോ കൈപ്പറ്റുന്നതാണ്. IPC 384 എന്നത് സക്സസ്ഫുൾ എക്സ്റ്റോർഷൻ, അതായത് ഭീഷണിപ്പെടുത്തി പണം കൈപ്പറ്റിയതും 385 എന്നത് അറ്റംപ്റ്റഡ് എക്സ്റ്റോർഷൻ, അതായത് പണം കൈപ്പറ്റാൻ ശ്രമിക്കുന്നതുമാണ്. 8 വർഷമല്ലേ റിട്ടയർമെൻറ്റ് ഏജ് എന്ന് ഷാജുബായി തൃശ്ശൂർ ഷട്ടലിലെ സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട്. ടെറിയുടെ ഏജ് 6 വയസ്സാണെന്നും കാണിച്ചിട്ടുണ്ട്. അതായത് റിട്ടയർമെൻറ്റിൻ്റെ പ്രായം എത്തുന്നതിന് 2 വർഷം മുൻപ് തന്നെ ടെറിക്ക് കനൈൻ കോഗ്നേറ്റീവ് ഡിസ്ഫങ്ഷൻ അഥവാ CCD ബാധിക്കുന്നത്. കാർ കണ്ടെടുക്കുന്ന സീൻ. ഇതിൽ സെക്കൻഡ് ഷോട്ട്. ഈ ഷോട്ട് ഉദ്ദേശിക്കുന്നത് കാറിലെ പൊടിയും ചെളിയും കാണിക്കാൻ മാത്രമായിരുന്നില്ല. ഈ നീല കാർ അന്വേഷണത്തിൽ പോലീസ് തിരയുന്ന ബ്ലൂ ഇയോൺ കാർ തന്നെയാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇളക്കിക്കളഞ്ഞ ഗണപതിയുടെ രൂപം ഇരുന്ന ഭാഗത്തെ കാണിക്കാനായിരുന്നു ഈ ഷോട്ട്. സൂക്ഷിച്ചു നോക്കിയാൽ അവിടെ രൂപം ഒട്ടിച്ചു വെച്ചിരുന്ന പശയുടെ അവശിഷ്ടം കാണാം. തുടർന്ന് കാണിക്കുന്ന ജോക്കറിൻ്റെ ടോയ് ഒട്ടിച്ചു വെച്ചിട്ടുള്ള കാറ്, അത് വേറെ ഏതോ ഒരു കാറാണ്. ഒരു കാർ വാഷ് സെൻറ്ററിലെ കഴുകാനെത്തിയ ഏതോ ഒരു കാർ. പക്ഷെ ബ്ലൂ റിയോൺ കാർ കാണിച്ച് ഉടനെ അടുത്ത കാർ കാണിക്കുന്നത് ഡാഷ്ബോർഡിലെ രൂപം ഇല്ലാത്തതും ഉള്ളതും തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. എറണാകുളം സൗത്ത് ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷൻ്റേത് എന്ന് സംശയിക്കപ്പെടുന്ന ഒരു വിരൽ കിട്ടിയെന്നും വിരൽ വേർപെടുമ്പോൾ ശരീരത്തിൽ ജീവൻ ഇല്ലായിരുന്നു എന്നും ഇരുനിറം, വെള്ളപ്പാടുള്ള നഖം, AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് എന്നിങ്ങനെയാണ് വിവരങ്ങൾ പറയുന്നത്. ഇതിൽ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്താൻ വിരലിൽ നിന്നും ലഭിച്ച ഉണങ്ങിയ ചോരക്കറയോ രക്തക്കലകളോ എടുത്ത് ആൻറ്റിബോഡീസായി ടെസ്റ്റ് ചെയ്ത് കണ്ടെത്താവുന്നതാണ്. ജീവനില്ലാത്ത അവസ്ഥയിലാണ് വിരൽ മുറിച്ചത് എന്ന് കണ്ടെത്തുന്നതിന് ഒരുപാട് വഴികളുണ്ട്. ജീവനുള്ള ശരീരത്തിൽ നിന്നും വിരൽ മുറിച്ചെടുത്താൽ ചോര തെറിക്കുകയും അത് വിരലിൽ കാണുവാനും സാധ്യതയുണ്ട്. പട്ടി കടിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ തെറിക്കുന്ന ചോരയുടെ അംശം കണ്ടെത്താൻ കഴിയും. അതുപോലെ വിരലിൽ ഇമ്മ്യൂൺ സെൽ ആക്ടിവിറ്റീസ് അഥവാ പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം ഉണ്ടാവുകയും ചെയ്യും. വിരലിൻ്റെ അറ്റം വീങ്ങുക, ടിഷ്യൂ റിയാക്ഷൻസ് ഉണ്ടാകുക, അങ്ങനെയൊക്കെ കണ്ടേനെ. ശവശരീരത്തിൽ നിന്നും മുറിച്ചെടുത്തതാണെങ്കിൽ ഇതൊന്നും കാണാൻ കഴിയില്ല. വിരലിലെ ഫിംഗർ ബോൺ അഥവാ ഫലാങ്സിൻ്റെ ആകൃതിയും സാന്ദ്രതയും ആണുങ്ങൾക്ക് കൂടുതലായിരിക്കും. മാത്രമല്ല ഈ എല്ലിലെ ധാതുക്കളുടെ അളവ് വെച്ച് ഏകദേശം പ്രായവും നിർണ്ണയിക്കാം. അങ്ങനെ വിരൽ 50 വയസ്സുള്ള ഒരു പുരുഷൻ്റേതാണെന്ന് തീർച്ചപ്പെടുത്താം. ഈ പറഞ്ഞതെല്ലാം ഏറ്റവും അടിസ്ഥാനപരമായ ടെസ്റ്റുകൾ മാത്രമാണ്. DNA അനാലിസിസ് ഒക്കെ നടത്തിയാൽ ഈ വിവരങ്ങൾ പൂർണ്ണമായി ഉറപ്പിക്കാം. ബ്ലൂ റിയോൺ കാർ ഫോറൻസിക് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്ന രംഗം. ഒരു പേപ്പർ കൊണ്ട് കാറിൻ്റെ സീറ്റ് തുടയ്ക്കുകയും സീറ്റിനിടയിൽ നിന്നും മുടിയുടെ എടുക്കുന്നുമുണ്ട്. ഈ തുടച്ച പേപ്പർ സത്യത്തിൽ സീറ്റിൻ്റെ ഇടയിൽ രക്തമുണ്ടോ എന്നറിയാൻ വേണ്ടി തുടച്ചെടുത്തതായിരുന്നു. തുടർന്ന് രക്തത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ടെസ്റ്റ് നടത്തുന്നുണ്ട്. പ്രിസംറ്റീവ് ഡിറ്റക്ഷൻ ടെസ്റ്റ് അഥവാ അനുമാനാത്മകമായ ഒരു പരീക്ഷണമാണ് അപ്പോൾ നടത്തുന്നത്. പേപ്പറിലേക്ക് ആദ്യമേ ഒരു ഓറഞ്ച് റെഡ് കലർന്ന നിറമുള്ള ദ്രാവകം ഒഴിക്കുകയും ശേഷം നിറമില്ലാത്ത ഒരു ദ്രാവകം ഒഴിക്കുകയും തുടർന്ന് നീല കലർന്ന പച്ച നിറം കിട്ടുകയും രക്തമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. ഇതിൽ ആദ്യം ഒഴിക്കുന്ന ഓറഞ്ച് റെഡ് നിറമുള്ള ദ്രാവകം അത് ടെട്രാമീഥൈൽ ബെൻസിഡൈൻ അഥവാ TMBയും കളറുള്ള ഏതോ ഒരു ബഫർ സൊല്യൂഷനും ചേർന്നതാണ്. പക്ഷേ ഈ TMB എടുക്കുന്നത് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എന്നെഴുതിയ കുപ്പിയിൽ നിന്നുമാണ്. പക്ഷേ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ അഥവാ IPA എന്നത് നിറമുള്ളൊരു ദ്രാവകം അല്ല. മിക്കവാറും ആ കുപ്പിയിലെ IPA തീർന്നപ്പോൾ അതിലേക്ക് TMB ബഫർ മിക്സ്ചർ നിറച്ചതാവും. ശേഷം ഒഴിക്കുന്ന രണ്ടാമത്തെ ദ്രാവകം അത് ഹൈഡ്രജൻ പെറോക്സൈഡാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിനും ഹൈഡ്രജൻ പെറോക്സൈഡുമായി ചേരുമ്പോൾ TMB നീല നിറത്തിലേക്ക് മാറും. അങ്ങനെ രക്തമുണ്ടെന്ന് സ്ഥിരീകരിക്കാൻ കഴിയും. ഗ്രൗണ്ടിലെ പുല്ലിൽ നിന്നും കിട്ടുന്ന ഇറച്ചി കഷ്ണം ഫോറൻസിക് ഓഫീസർ മാറ്റുന്നത് നിറമില്ലാത്ത ദ്രാവകം നിറച്ച ഒരു പാത്രത്തിലേക്കാണ്. 2 ആളുകളുടെ ശരീരഭാഗങ്ങളാണ് ഗ്രൗണ്ടിൽ നിന്ന് കണ്ടെത്തിയത് എന്ന് പിന്നീട് പറയുന്നുണ്ട്. DNA അനാലിസിസ് നടത്താൻ കൊണ്ടുപോകുന്ന ഈ ഫ്രാഗ്മെൻറ്റഡ് ഫ്ലഷ് ഡിസ്റ്റിൽഡ് അല്ലെങ്കിൽ സലൈൻ വാട്ടറിലാണ് കൊണ്ടുപോവുക. ആ ദ്രാവകം ഡിസ്റ്റിൽഡ് വാട്ടറോ അല്ലെങ്കിൽ സലൈൻ വാട്ടറോ ആയിരുന്നു. ടെറിയെ അയ്യപ്പൻ കൊല്ലുമ്പോൾ അത് കടിക്കുകയോ കുരയ്ക്കുകയോ ഒന്നും ചെയ്തില്ല. കാരണം അപ്പോഴും ടെറിയുടെ മുഖത്ത് മൗത്ത് മസിൽ ഉണ്ടായിരുന്നു.
പിന്നീട് കുഴിമാടത്തിനരികിൽ ഒരു ട്രേയിലേക്ക് മൗത്ത് മസിൽ എടുത്ത് വെക്കുന്നത് കാണിക്കുന്നുമുണ്ട്. മറ്റു നായ്ക്കളാണ് കുരച്ച് ബഹളം ഉണ്ടാക്കിയത്. ടെറിക്ക് അതിനു പോലും കഴിഞ്ഞില്ല. വെറ്ററിനറി ഡോക്ടർ ടെറിയുടെ അവസ്ഥയിൽ ദയ തോന്നി യൂത്തനേഷ്യ പെറ്റീഷൻ കൊടുക്കുവാൻ ആലോചിച്ചതിനെപ്പറ്റി പറയുന്നുണ്ട്. നിയമപരമായി നായയുടെ ആരോഗ്യനിലയും അവസ്ഥയും പരിഗണിച്ച് ദയാവധം ചെയ്യാനുള്ള അനുമതി തേടിയുള്ള ഹർജിയാണിത്. ഇത്രയും ഹിഡൻ ഡീറ്റെയിൽസ് ആണ് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇനി പലയിടത്തു നിന്നായി കേട്ട കുറച്ച് ചോദ്യങ്ങളും അതിനുള്ള എൻ്റെ ഉത്തരങ്ങളും. ജെയ്സ്മോൻ എങ്ങനെയാണ് അയ്യപ്പൻ്റെ വണ്ടി തട്ടിയെടുത്തത്? ഉള്ളത് പറഞ്ഞാൽ ഇതിൻ്റെ മറുപടി കൃത്യമായി എനിക്കറിയില്ല. ആകെ തോന്നിയ ഒരു ലോജിക്കൽ രീതി ഇതാണ്. ജെയ്സ്മോനോട് ഡോക്ടർ പറയുന്നത് ഷെൽട്ടറിലെ ഒരു ഡ്രൈവർ ചെയ്ത പണിയാണ് ഇതെന്നാണ്. അതിനുശേഷം ജെയ്സ്മോൻ അയ്യപ്പൻ്റെ ഫോൺ നമ്പർ സംഘടിപ്പിക്കുന്നു. ശേഷം ഏതെങ്കിലും പോലീസ് സുഹൃത്ത് വഴി അയ്യപ്പൻ്റെ നമ്പറിൻ്റെ ലൊക്കേഷൻ അന്വേഷിക്കുന്നു. തുടർന്ന് അയ്യപ്പൻ പോയ വഴിയിലൂടെയൊക്കെ പിന്തുടർന്നു പോകുന്നു. പിന്നീട് കോയമ്പത്തൂരിൽ നിന്നുള്ള ഡീല് കഴിഞ്ഞ് പണവുമായി വന്ന അയ്യപ്പനെ എവിടെയോ വെച്ച് ജെയ്സ്മോൻ അറ്റാക്ക് ചെയ്യുന്നു. അയ്യപ്പനെ കീഴടക്കി വണ്ടിയും അയാളെയും കസ്റ്റഡിയിലാക്കുന്നു. പ്ലാനുകൾ മനസ്സിലാക്കുന്നു. ജെയ്സ്മോൻ എങ്ങനെയാണ് അയ്യപ്പനെയും അമ്പിളിയെയും ജെയ്സ്മോൻ്റെ വാടക വീട്ടിലേക്ക് കൊണ്ടുവന്നത്? ബോട്ടിൽ കൊണ്ടുവരാൻ അയാൾക്ക് കഴിയില്ല. കാരണം അതിന് മറ്റൊരാളുടെ സഹായം വേണം. അപ്പോൾ ബാക്കിയുള്ളവർ അറിയുവാനും സാധ്യതയുണ്ട്. ജെയ്സ്മോൻ്റെ താമസ സ്ഥലം കണ്ടെത്തിയ പോലീസ് പറയുന്നത് ബൈ റോഡ് പോയാൽ ചുറ്റാണ്, അതുകൊണ്ട് ബോട്ടിൽ പോകാം എന്നാണ്. അതായത് ബൈ റോഡ് പോകാൻ കഴിയുന്ന സ്ഥലത്ത് തന്നെയാണ് ജെയ്സ്മോൻ താമസിക്കുന്നത്. അപ്പോൾ ചുറ്റി വളഞ്ഞ് കാറിന് തന്നെയാണ് അയ്യപ്പനെയും അമ്പിളിയെയും അവിടെ എത്തിച്ചത്. അയ്യപ്പൻ്റെ ഫോണിൽ നിന്നും ജെയ്സ്മോൻ അയച്ച മെസ്സേജ് എങ്ങനെയാണ് അമ്പിളി വിശ്വസിച്ചത്? അമ്പിളിക്ക് പണം അത്യാവശ്യമായിരുന്നു. മാത്രമല്ല അയ്യപ്പൻ്റെ ഫോണിൽ നിന്നും വന്ന മെസ്സേജ് ബ്ലൂ റിയോൺ ബൈപ്പാസ് ജംഗ്ഷൻ എന്നായിരുന്നു. ഈ ബ്ലൂ റിയോൺ അയ്യപ്പൻ റോബറിക്ക് പോകുമ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്ന വാഹനമാണെന്ന് അമ്പിളിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആ വണ്ടി വന്ന് നിന്നപ്പോൾ യാതൊരു സംശയവും കൂടാതെ അമ്പിളി ആ വണ്ടി കയറിപ്പോയത്. തുടർന്ന് കാശ് കിട്ടുകയും അതുകൊണ്ട് കർണാടക പോലീസായുള്ള പ്രശ്നം തീർക്കുകയും ചെയ്തു. മാത്രമല്ല ആ തിരക്കിനിടയിൽ അയ്യപ്പൻ എവിടെയാണെന്നൊന്നും അന്വേഷിക്കാൻ അമ്പിളി മെനക്കെട്ടില്ല. സൽപ്പേര് തിരിച്ചെടുക്കണമല്ലോ. കർണാടക പോലീസിന് കാശ് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അമ്പിളിയെ പിക്ക് ചെയ്ത് കൊന്നുകളഞ്ഞാൽ പോരായിരുന്നോ? അങ്ങനെ ചെയ്താൽ കർണാടക പോലീസ് എന്തായാലും അമ്പിളിക്കെതിരെ തിരിയും. ആര് കാശ് കൊടുക്കുന്നു അവരെ കേസിൽ നിന്നും ഒഴിവാക്കും എന്നതായിരുന്നു അവരുടെ സ്റ്റാൻഡ്. മിഥിലാജ് പൈസ കൊടുത്തു, അയാളെ ഒഴിവാക്കി. അമ്പിളി കൊടുത്തില്ലെങ്കിൽ അമ്പിളിയെ പ്രതി ചേർക്കും. അമ്പിളിക്കായുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നതിനേക്കാൾ സ്ട്രോങ് ആയി നടക്കും. മാധ്യമ ശ്രദ്ധയുണ്ടാവും. ആകെ മൊത്തം അലമ്പാവും. ഇത് അയ്യപ്പൻ പറഞ്ഞ വിവരങ്ങളിൽ നിന്നും ജെയ്സ്മോൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് പണം കൊടുക്കുന്നത് വരെ ജെയ്സ്മോൻ വെയിറ്റ് ചെയ്തത്. അയ്യപ്പനെയും അമ്പിളിയെയും ഒരുമിച്ചാണോ കൊന്നത്? അല്ല. ആദ്യം അയ്യപ്പനെ കൊന്നു. ശേഷം ആ ശവം കഷ്ണങ്ങളാക്കി സ്റ്റേഡിയത്തിൽ കൊണ്ടുപോയി തെരുവ് നായ്ക്കൾക്ക് കൊടുത്തു. അതിനുശേഷം അമ്പിളിയെ കൊന്നു. ആ ശരീരവും തെരുവ് നായ്ക്കൾക്ക് കൊടുത്തു. അതുകൊണ്ടാണ് സ്റ്റേഡിയത്തിൽ നിന്ന് ലഭിച്ച ബോഡി ഫ്രാഗ്മെൻറ്റ്സിൽ നിന്ന് മാത്രം അയ്യപ്പൻ്റെ DNA കിട്ടിയത്. അയ്യപ്പനെ ജെയ്സ്മോൻ്റെ താമസ സ്ഥലത്ത് വെച്ചാണ് ടോർച്ചർ ചെയ്ത് മുഴുവൻ വിവരങ്ങൾ മനസ്സിലാക്കി ശേഷം കൊന്നത്. എന്നാൽ അമ്പിളിയെ കൊന്നത് വണ്ടിയിൽ വെച്ചാണ്. അതുകൊണ്ടാണ് വണ്ടിയിൽ നിന്നും അമ്പിളിയുടെ രക്തം കണ്ടെത്തിയത്. അയ്യപ്പൻ എങ്ങനെയാണ് ടെറിയുടെ വയറ്റിൽ മോതിരം ഉണ്ടെന്ന് മനസ്സിലാക്കിയത്? 2 വർഷത്തോളം വെറ്ററിനറി ഡോക്ടറെ കാറിൽ ഡോഗ് ഷെൽട്ടറിലേക്ക് കൊണ്ടുവരുന്നതും തിരിച്ചു കൊണ്ടുപോകുന്നതും അയ്യപ്പനാണ്. അയ്യപ്പൻ ഒരു വിശ്വസ്തനാണെന്ന് ഡോക്ടർ കരുതിയിരുന്നു. ടെറിയുടെ വയറ്റിൽ മോതിരം ഉണ്ടെന്നുള്ള കാര്യം എക്സ്റേയിൽ നിന്നും മ്യൂസിയത്തിൽ നിന്നും കിട്ടിയ ഡോക്യുമെൻസിൽ നിന്നും തിരിച്ചറിഞ്ഞത് ഡോക്ടർ അയ്യപ്പനോട് പറഞ്ഞിരിക്കാം. അല്ലെങ്കിൽ ആ കാറിൽ വെച്ച് ഈ എക്സ്റേ അയ്യപ്പൻ കണ്ടിരിക്കാം. ടെറി എങ്ങനെയാണ് ഇൻഡക്റ്റ് ചെയ്യപ്പെട്ടതെന്നും അതിനാധാരമായ സംഭവങ്ങളും അയ്യപ്പൻ അറിയാം. ഇതെല്ലാം കൂട്ടി ആലോചിച്ചാലും അയാൾക്ക് മോതിരത്തിൻ്റെ കാര്യം തിരിച്ചറിയാവുന്നതാണ്. നായ്ക്കളുമായി സ്നേഹബന്ധം ഉണ്ടാക്കിയിരുന്ന അയ്യപ്പനെ മറ്റുള്ളവർ വിശ്വസിച്ചിരുന്നു. നായ്ക്കളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്ന് വേണം കരുതാൻ. അമ്പിളിയെ എന്തിന് ജെയ്സ്മോൻ കൊന്നു? ജെയ്സ്മോൻ ചെറുപ്പത്തിൽ നായ്ക്കളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. സ്കൂളിൽ അവൻ്റെ നായയെ കല്ലെറിഞ്ഞ പിള്ളേരെ എല്ലാവരെയും അവൻ ആക്രമിച്ചു. കൂടെയുണ്ടായിരുന്ന ഡോഗ് ഹാൻഡ്ലറിനെ വരെ ടെറിയുടെ കാര്യം റിപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞതിന് കഴുത്തിന് പിടിച്ചു. ആരൊക്കെ ജെയ്സ്മോൻ്റെ നായയെ ഉപദ്രവിക്കുന്നോ അവരോടൊക്കെ ജെയ്സ്മോന് അടങ്ങാത്ത പകയാണ്. ടെറിയുടെ വയറ്റിൽ മോതിരം ഉണ്ടെന്ന് അമ്പിളിയോട് പറയുന്നു. ചാവാറായ നായയാണെന്ന് തിരിച്ചറിഞ്ഞ അമ്പിളി അതിനെ കൊല്ലാൻ അയ്യപ്പനോട് പറയുന്നു. അതായത് അയ്യപ്പനെ പ്രേരിപ്പിച്ചതും ടെറിയെ കൊല്ലാൻ കൂട്ടുനിന്നതും അമ്പിളിയാണ്. അതുകൊണ്ട് ജെയ്സ്മോൻ അമ്പിളിയെയും കൊന്നു. തിൻ സ്ലൈസിങ് എന്നൊരു സൈക്കോളജിക്കൽ കൺസെപ്റ്റ് ഉണ്ട്. വളരെ ചെറിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ വിധി നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു ബിഹേവിയറാണിത്. ഇവിടെ അതാണ് സംഭവിച്ചത്. ഒരുപാട് ഊഹക്കണക്കുകൾ, പക്ഷേ എല്ലാം ചെന്നെത്തി നിൽക്കുന്നത് കൃത്യമായ ഉത്തരത്തിൽ തന്നെ. പക്ഷേ നോ എവിഡൻസ് ഈക്വൽ ടു നോ കൺവിക്ഷൻ. തെളിവുകളില്ലെങ്കിൽ കുറ്റം ചുമത്താൻ കഴിയില്ല എന്ന പര്യവസാനം ഒരു പരിധിവരെ ജെയ്സ്മോൻ എന്ന കുറ്റവാളി ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ കഴിയുന്നതാണ്. കേരള ക്രൈം ഫയൽ സീസൺ 2 കണ്ടവർക്ക് 2007 സോഡിയാക്, 2003 മെമ്മറീസ് ഓഫ് മർഡർ എന്നീ സിനിമകൾ കണ്ടു നോക്കാവുന്നതാണ്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.